الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم فارتقب يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب أليم ربنا اكشف عنا العذاب إنا مؤمنون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിധിയുടെ കൂടെ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും യഥാവിധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായിക്കൊണ്ട് ഒരുപാട് പഠന വിധേയമാക്കേണ്ടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് നമ്മുടെ ഖുതുബ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകാവസാനത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ എന്നുള്ള കണ്ടന്റ് ആണെങ്കിലും സത്യവിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ആണ് നമ്മൾ പ്രതിപാദിച്ചു വരുന്നത്. ഒരിക്കൽ ഹുദൈഫത്ത് ബിൻ യമാനി
റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹം പറയുകയാണ്, കുന്ന നതദാക്കറു ഫിൽ മസ്ജിദി, ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഫത്തല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നേരെ എത്തി നോക്കി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഖാലു വമാ തദാക്കറൂൻ, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഖാല, അദ്ദേഹം പറഞ്ഞു, നദ്കുറു അസ്സാഅ, ലോകാവസാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രവാചകനെ ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ സന്ദർഭത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ലൻ തഖൂമ ഹത്താ തറൗനഹാ ഹത്താ തറൗ ഖബ്ലഹാ 10 ആയാത്തിൻ, 10 വലിയ അടയാളങ്ങൾ നിങ്ങൾ കാണുന്നതുവരെ, വെളിവാകുന്നതുവരെ ലോകാവസാനം സംഭവിക്കുകയില്ല. എന്നിട്ട് ഫദക്കറ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഓരോന്നും എണ്ണിപ്പറയുകയുണ്ടായി. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് അദ്ദുഖാൻ, ഒരു പുക ഉണ്ടാവും എന്നാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? ലോകം മുഴുവനും വ്യാപിക്കുന്ന ഒരു പുക പുറപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനത്തിന്റെ വലിയ അടയാളമായിക്കൊണ്ട് എണ്ണിയത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുഖാൻ എന്ന അധ്യായം, അതിന്റെ 10 മുതൽക്കുള്ള 4-5 ആയത്തുകളിൽ ഈ വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ഫർതഖിബ് യൗമ തഅതിസ് സമാഉ ബിദുഖാനിൻ മുബീൻ, അതിനാൽ ആകാശം സ്പഷ്ടമായ ഒരുതരം പുകയും കൊണ്ട് വരുന്ന ദിവസം നീ പ്രതീക്ഷിക്കുക. യഗ്ശന്നാസ ഹാദാ അദാബുൻ അലീം, അത് മനുഷ്യരെ മൂടുന്നതാണ്, ഇത് വേദനയേറിയ ഒരു ശിക്ഷയായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ലോകം മുഴുവനും വ്യാപിക്കുന്ന തരത്തിൽ ഒരു പുകപടലം ഉണ്ടാവുമെന്നാണ്. അതിന്റെ പ്രയാസം കാരണത്താൽ ആളുകൾക്ക് ഇത് വല്ലാത്ത വിമിഷ്ടമുണ്ടാക്കും, ശ്വാസമുട്ടലുണ്ടാക്കും. മരണം തങ്ങളെ പിടികൂടുന്നുവോ എന്ന് തോന്നിപ്പിക്കുമാർ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അത് ലോകം മുഴുവനും വ്യാപിക്കും. ഒരു മനുഷ്യനെയും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാവുകയില്ല. എന്നാൽ അന്ന് ജീവിച്ചിരിക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജലദോഷം പോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. പക്ഷെ അവരെയും ഇതിന്റെ ആ ഒരു അവസ്ഥ അവർക്കും അത് ബോധ്യമാവുമെന്നാണ്. ഇത് ലോകാവസാനത്തിന്റെ ഒരു പ്രകടമായ ലക്ഷണമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമതായി അവിടുന്ന് എണ്ണിയത് അദ്ദജ്ജാൽ, ദജ്ജാലിനെ സംബന്ധിച്ചാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ദജ്ജാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. മുൻകഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുള്ള കള്ളവാദിയായ ദജ്ജാൽ, ഈ ദജ്ജാലിനെ സംബന്ധിച്ച് അന്ത്യദിനത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അടയാളമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നമസ്കാരങ്ങളിൽ അതിന്റെ തശഹുദിൽ, അതിന്റെ അവസാനത്തിലായിക്കൊണ്ട് 4 കാര്യങ്ങൾ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടാറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. വ്യത്യസ്തമായ റിപ്പോർട്ടുകളിലൂടെ അത് വന്നിട്ടുണ്ട്. 4 കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം
അള്ളാഹുവിനോട് രക്ഷ തേടുന്നു നമ്മൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മിൻ അദാബിൽ ഖബർ, ഒന്നാമതായി തേടുന്നത് ഖബറിലുള്ള ശിക്ഷയെ സംബന്ധിച്ചാണ്. ഇപ്പോ ഈ അടുത്ത കാലഘട്ടങ്ങളിലായി പുതിയ ചില മൗലവിമാരൊക്കെ യൂട്യൂബുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ സമൂഹത്തെ പഠിപ്പിച്ചു വരുന്നത് എന്താ? ഖബറിൽ ഒരു ശിക്ഷയൊന്നുമില്ല, അതൊക്കെ കേവലം ഒരു സങ്കല്പം മാത്രമാണ്. ഇതല്ല ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ധാരാളം ഹദീസുകളിലൂടെ, സ്വഹീഹായ റിപ്പോർട്ടുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, ഈ ലോകത്ത് നിന്ന് ഒരു മനുഷ്യൻ വിട പറയുകയും പരലോകത്തേക്ക് എത്തുന്നതിന് മുൻപായിക്കൊണ്ട് അവൻ കഴിഞ്ഞുകൂടേണ്ടുന്ന ബർസഖ് ലോകം അഥവാ ഖബർ ജീവിതം, ആ ഖബറിൽ നമ്മൾ ഇവിടെ കഴിച്ചുകൂട്ടിയതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. ആമുഖമായിക്കൊണ്ട് തന്നെ 4 കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തേത് മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്നാണ്. വിവരം കെട്ട ചില മൗലവിമാർ, ചില പുരോഹിതന്മാർ അത് തലക്ക് മുകളിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം തലയുടെ പുറത്തിരുന്നു കൊണ്ട്, ഖബറിന്റെ പുറത്തിരുന്നു കൊണ്ട് അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി. ആരെ പൊട്ടനാക്കുക പടച്ചോനെ? അത് മറ്റൊരു ലോകമാണ്. ബർസഖ് ലോകത്തെ സംബന്ധിച്ച് ദുനിയാവുമായി നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. അത് അവിടെയുള്ള ആ കാര്യങ്ങളിലുള്ള വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ് തൽഖീൻ ചൊല്ലുക എന്നുള്ള സമ്പ്രദായം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ മുഖത്തെഴുതി വെക്കുന്ന സമ്പ്രദായം, കാണുന്ന രൂപത്തിൽ ഖബറിന്റെ ഉള്ളിൽ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ കടലാസിലോ എഴുതി അവിടെ അതിന്റെ ഖബറിന്റെ ചുമലിൽ പതിച്ചു വെക്കുക. വല്ലാത്തൊരു വിഡ്ഢികളാണ്. ഇതൊക്കെ വിശ്വസിക്കാനും ഇതൊക്കെ അനുവദിക്കാനും ചോറ് തിന്നുന്ന മനുഷ്യന്മാർ അതിന്റെ പിന്നാലെ കൂടുന്നു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. ഈ ഖബറിലുള്ള ശിക്ഷയെ സംബന്ധിച്ച് അവിടെ മലക്കുകൾ ചോദ്യം ചെയ്യപ്പെടാൻ വരുമെന്നും, ഈ 4 കാര്യങ്ങൾ ആരാണ് നിന്റെ റബ്ബെന്നും, ഏത് പ്രവാചകനിലാണ് നീ വിശ്വസിച്ചിട്ടുള്ളതെന്നും, അതുപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന സമയം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് തസ്ബീത്തിന് വേണ്ടി, ഈ മനുഷ്യന് സ്ഥിരതയ്ക്ക് വേണ്ടി. അതാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, പടച്ചോനെ മലക്കുകൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ മനുഷ്യന് നീ ഉത്തരം തോന്നിപ്പിച്ച് അയാളെ സ്ഥിരപ്പെടുത്തി കൊടുക്കണം, പേടിക്കാതെ. കാരണം വന്നേ വരെ അവൻ കാണാത്ത മലക്കുകളാണ് അവന്റെ മുമ്പിലുള്ളത്. കാണാത്തൊരു സാധനത്തിനെ കാണുമ്പോൾ സ്വാഭാവികമായും ആരിലും ബേജാറുണ്ടാവും. ആ ഭയം, പ്രത്യേകിച്ച് മുൻകർ നക്കീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ 2 മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളിൽ കണ്ടത്, ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നത്, ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ കാഴ്ചകളായിരിക്കും അത്. ആ 2 മലക്കുകളെ കാണുക എന്നുള്ളത് തന്നെ ഏതൊരു മനുഷ്യന്റെയും ഹൃദയം വിറച്ചു പോകുന്ന അവസ്ഥയായിരിക്കും. അവരുടെ ശബ്ദങ്ങൾ ഇടിനാദം പോലെയായിരിക്കും, അവരുടെ കണ്ണിന്റെ ഇമവട്ടൽ മിന്നൽ പോലെയായിരിക്കും എന്നെല്ലാം ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സംശയലേശമന്യേ വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. ഈ ഖബറിൽ താൻ ചോദ്യം ചെയ്യപ്പെടുമെന്നും അവിടെ എന്റെ ചോദ്യത്തിന് മറുപടി കൃത്യമല്ല എങ്കിൽ ഞാൻ അവിടെ ശിക്ഷിക്കപ്പെടുമെന്നുള്ള വിശ്വാസം, അതിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ. വമിൻ അദാബിൻ നാർ, അതുപോലെ തന്നെ പരലോകത്ത് നരക ശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും, അതിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, പ്രാർത്ഥിക്കുകയാണ്. വമിൻ ഫിത്നത്തിൽ മഹ്യ, ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതിന്റെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ റബ്ബായ അല്ലാഹുവിനോട് രക്ഷ തേടുന്നതിന് വേണ്ടി നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന, ഇതിൽ നിന്ന് നമ്മൾ രക്ഷ തേടുകയാണ്. അതുപോലെ തന്നെ പിന്നീട് അവിടുന്ന് പറഞ്ഞത് വൽ മമാതി, മരണസമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ, ആ സമയത്തുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും കുഴപ്പത്തിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന്
പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നു. മസീഹുൽ ദജ്ജാലിനെ പോലെ അതിലും വലിയൊരു വിപത്ത് ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഒരിക്കലും അതിന്റെ മുമ്പ്, അതായത് ആദം നബി അലൈഹിസ്സലാമക്ക് ശേഷം മസീഹുൽ ദജ്ജാൽ വരുന്നവരെയുള്ള ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ലോകം അനുഭവിച്ചിട്ടുണ്ടെങ്കിലും മസീഹുൽ ദജ്ജാൽ അത് മുഖേനയുണ്ടാകുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ ഒരിക്കലും ലോകത്തിലുള്ള ഒരാളും അനുഭവിച്ചിട്ടില്ല. ഹിശാം ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ കാണാം, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, മാ ബൈന ഖൽഖ ആദമ ഇലാൽ ഖിയാമത്തി ഖൽഖുൻ അക്ബർ മിന ദജ്ജാൽ. ദജ്ജാലിനേക്കാൾ വലിയൊരു സൃഷ്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് അംറുൻ അക്ബർ മിന ദജ്ജാൽ. ദജ്ജാൽ കൊണ്ടുവരുന്ന കുഴപ്പത്തേക്കാൾ വലിയ ഭീമമായ ഒരു കുഴപ്പം ആദം നബി അലൈഹിസ്സലാമക്ക് ശേഷം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത്ര പേടിക്കേണ്ടതുണ്ടോ ഈ വിഷയം? സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ തന്നെ ഒരുപാട് ആളുകൾ, ചില ആളുകൾ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഫിർഔനിനെ പോലെയുള്ള ചില ആളുകൾ, ലോകത്ത് സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. തന്റെ അധികാരത്തിന്റെ ദണ്ഡ് ഉപയോഗിച്ച് ആളുകളെ അടക്കി ഭരിക്കുകയും അവരെ തന്റെ ചൊൽപ്പടിയിൽ കൊണ്ടുവരികയും താൻ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അവരുടെ മനസ്സുകളും ശരീരങ്ങളും മാറ്റിയെടുക്കുകയും ചെയ്ത സംഭവങ്ങൾ, അതുപോലെ തന്നെ അത്ഭുത സിദ്ധികൾ കാണിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള മനുഷ്യരെ വിഴപ്പിക്കുന്ന ചില ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സായിബാബനെ പോലെ, ഈ മെമ്പറിൽ വെച്ച് പറയാൻ പറ്റിയ പേരല്ല എങ്കിലും നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് സായിബാബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ. അയാളുടെ അത്ഭുതകരമായ ചില മാജിക്കുകൾ കണ്ട് ആളുകൾ അതിലേക്ക് ആകർഷകരായി. ആരാണ് അയാളുടെ വലയിൽ വീണിരുന്നത്? വലിയ വലിയ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാർ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, അത്യാവശ്യവും വിവരവും ഈ ലോകത്തിന്റെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇയാളുടെ ശിങ്കിടികളായി തീർന്നു എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കരുണാകരൻ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഈ മനുഷ്യനെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ജീവിത ചരിത്രം എഴുതുന്ന ഒരു ജീവിത കുറിപ്പ് എഴുതുന്നുണ്ട്. അതിൽ ആ മനുഷ്യനെ പറഞ്ഞു, ഞാൻ ഇത്രത്തോളം അത്ഭുതകരമായ കാര്യം കണ്ടത്, ശൂന്യതയിൽ നിന്ന് മാലയും അതുപോലെ തന്നെ മുത്തുകളും ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി, അത്ഭുതപ്പെട്ടു പോയി. ഇത്രത്തോളം മനുഷ്യരുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം ഒക്കെ എഴുതി വെച്ചെങ്കിൽ, മനുഷ്യരുടെ മനസ്സുകളെ വീഴ്ത്തുന്ന തരത്തിലുള്ള ഇന്ദ്രജാല പ്രകടനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്കറിയാമല്ലോ. മുസ്ലിം ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വിപണികളിൽ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ദീന്. നമ്മളിപ്പോ റോഡിൽ കൂടെ ഒരു കിലോ ഒരു വണ്ടിയില് ഒരു നാരങ്ങ പോണ് കണ്ടു കഴിഞ്ഞാൽ എന്താ വരാന്ന് ചോദിക്കും. ആ നാരങ്ങക്ക് 40 ഉറുപ്പിയാണ് എന്നുള്ള ആ നാരങ്ങക്ക്, അങ്ങാടികളിൽ കിട്ടുന്ന നാരങ്ങക്ക് ഒരാൾ പറയാണ് 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെന്ത് ചെയ്യും? വാങ്ങൂല. കാരണം അത് വില കൂടുതലാണ്, അവന്റെ അടുത്ത് വില കൂടുതലാണ്. നമുക്ക് പരിചയമുള്ള ഒരു കടയാണെങ്കിൽ പോലും വില കൂടുതലാണെങ്കിൽ അവിടെ തിരിച്ചു പോരും, കാരണം പുറത്തതിന് വലിയ ലാഭത്തിൽ കിട്ടാണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ചില മൗലവിമാർ, ചില പുരോഹിതന്മാർ ഒരു മതപ്രഭാഷണ വേദിയിൽ വെച്ചിട്ട് 1 or 2 നാരങ്ങ അതിലേക്കൊന്ന് ഊതിയിട്ട്, ഒരു കുൽഹുവല്ല ഓടിക്കാണ്ട് പ്രത്യേകമായി അതിലേക്കൊന്ന് ഊതിയിട്ട്, ഈ നാരങ്ങ വാങ്ങുന്നയാൾക്ക് അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നൊരു കളവും പറഞ്ഞ് അത് സമൂഹ മധ്യത്തിലേക്ക് അവർ കൊടുത്തു കഴിഞ്ഞാൽ ആ നാരങ്ങ ആയിരങ്ങൾ വില വരുന്ന രൂപത്തിലാണ് ലേലം ചെയ്തു പോകാറുള്ളത്. നമ്മൾ കണ്ടുവരുന്നത് യാഥാർത്ഥ്യമാണത്. ഒരു കിലോ നാരങ്ങ 50 ഉറുപ്പികക്ക് അങ്ങാടി കിട്ടാണെങ്കിൽ അതേ നാരങ്ങ 1 or 2 എടുത്തിട്ട് 100-100 ചില്ലാന രൂപക്ക് വിൽക്കുന്ന ഈ കൊലത്തിൽ ലേലം ചെയ്യുന്ന മനുഷ്യരുടെ മനസ്സുകളെ തകർക്കുന്ന തരത്തിലുള്ള ആളുകൾ, ബാബമാരും ബീവിമാരും സമൂഹത്തിൽ വിരാജിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുപോകുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ പറയുന്നതും ചെയ്യുന്നതും ശരിയാണെന്ന് വിശ്വസിക്കുന്ന, അതിനെ സത്യപ്പെടുത്തുന്ന ആളുകളില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളില്ലേ? ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ
ദജ്ജാലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെ കളവ് ആക്കുന്ന, അതൊക്കെ ചില കള്ള ഹദീസുകളാണ്, വിശ്വസിക്കേണ്ടതില്ല, അങ്ങനെയൊന്നുമില്ല എന്നിവരെ പറയുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ ഇന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങി അതുപോലെ തന്നെ സെക്കൻഡുകൾ കൊണ്ട് വിചാരിച്ച ഇടത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന, താൻ നബിയാണെന്നും വാദിച്ച് താൻ റബ്ബാണെന്നും വരെ വാദിക്കുന്ന ദജ്ജാലിനെ വിശ്വസിച്ചുകൊണ്ട് അവന്റെ പിറകിൽ നടക്കുന്ന, അവന്റെ പിറകിൽ കൂടുന്ന ലക്ഷ്യങ്ങൾ ഉണ്ടാവുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു എങ്കിൽ അതിനെ അവിശ്വസിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം കള്ള ബാവമാരും ബീവിമാരും പറയുന്നത് വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ അതിലും വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന ദജ്ജാലിനെ വിശ്വസിക്കാൻ കോടിക്കണക്കിന് ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ പ്രാർത്ഥന വിഫലമാണോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ. ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിമ്പറിൽ കയറുന്നതുകൊണ്ട് ആളുകളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി ഖദ് ഹദ്ദസ്തുകും അനിദ് ദജ്ജാൽ ഹത്താ ഖശീതു അല്ലാ തഅഖിലു. ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കൂലേ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണോ എന്ന് നിങ്ങൾ വിശ്വസിക്കില്ലേ എന്ന് പോലും എനിക്ക് ഭയമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും ദജ്ജാലിനെ സംബന്ധിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നെപ്പോലെ ഞാനാണ് അവസാനത്തെ പ്രവാചകൻ. ഈ അവസാനത്തെ പ്രവാചകനായ ഞാൻ ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നപോലെ മുൻപ് കഴിഞ്ഞുപോയ ഒരു നബിയും ഈ രൂപത്തിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. വലാ നബിയ്യുൻ ഇല്ലാ ഖദ് ഹദറ ഉമ്മത്തുഹു. എല്ലാ നബിമാരും ഈ വിഷയത്തെ സംബന്ധിച്ച് തന്റെ സമൂഹത്തിന് ബോധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ അത്രമാത്രം വ്യക്തമായി ഇതിനു മുൻപ് മറ്റൊരു പ്രവാചകനും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു എങ്കിൽ അതിന്റെ ഗൗരവമാണ്. ആ സമയത്ത് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഖാല മാ സഅല അഹദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിദ് ദജ്ജാലി അക്തറ മിമ്മാ സഅൽതുഹു. ഞാൻ ചോദിച്ചതുപോലെ ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയം റസൂലുള്ളാഹിയോട് മറ്റൊരാളും ചോദിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഇന്നഹു ഖാല ലി, നബി എന്നോട് പറഞ്ഞു തന്നു, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ നബിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നപ്പോ നബി പറയാണ്, അവൻ നിന്നെ ഉപദ്രവിക്കില്ല. അത് ഈമാനിന്റെ ഭാഗമായി കൊണ്ടുള്ളതാണ്. താങ്കളെ ഉപദ്രവിക്കാൻ ദജ്ജാലിന് സാധിക്കില്ല. അപ്പോ ഞാൻ ചോദിച്ചു, ഇന്നഹും യഖൂലൂൻ, പ്രവാചകരെ ആളുകളെ പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന മഅഹു ജബൽ ഖുബ്സ് വനഹറു മാ. ആ ദജ്ജാലിന്റെ പുറകെ ഒരു മലയോളം വലുപ്പത്തിൽ റൊട്ടി ഉണ്ടാവും, ആളുകൾക്ക് ധർമ്മം നൽകാൻ, വിതരണം ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു പുഴ തന്നെ അവന്റെ പുറകെ കൂടുമെന്നാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ ഭൂമിയിലുള്ള നിധികളും അതുപോലെ തന്നെ സ്വർണത്തിന്റെ ശേഖരങ്ങളും ഒക്കെ ഒരു വരിയായി കൊണ്ട് ദജ്ജാലിന്റെ പുറകെ ഉണ്ടാവും. അവൻ വിളിക്കുമ്പോൾ കൂടെ ചെല്ലും. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ സകല മനുഷ്യരെയും അവൻ പറയുന്നത് വിശ്വസിക്കാൻ പര്യാപ്തമായി തരത്തിലുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എപ്പോഴാണ് ഈ ദജ്ജാൽ പുറത്തു വരിക അത് നമ്മൾ മനസ്സിലാക്കണം. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്റുജു ദജ്ജാലു ഹത്താ യദ്ഹലു അന്നാസു അൻ ദിക്രിഹി. ജനങ്ങള് ദജ്ജാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സംസാരിക്കുന്ന ഒരു കാലമല്ലാത്ത ഒരു അവസ്ഥയിൽ. എത്രത്തോളം എന്ന് വെച്ചാൽ വഹത്താ തത്റുകുൽ അഇമ്മതു ദിക്റഹു അലാ അൽ മനാബിർ. മിമ്പറുകളിൽ വെച്ച് ഖതീബുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കൂല. ഇങ്ങനെ ഒരു ദജ്ജാൽ വരാനുണ്ടെന്നും ആ ദജ്ജാലിനെ സൂക്ഷിക്കണമെന്നും ഒന്നും പറയുന്ന ഒരു കാലം അല്ലാത്തൊരവസ്ഥ വരും. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എന്താ എന്നെ കുറിച്ച് തോന്നുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വിഷയമാണ് മാറ്റി വെച്ചു. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഖതീബുമാരിൽ ഉണ്ടാവും. ആളുകൾക്ക് അയാളെ കുറിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല, ഒരു അറിവുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ദജ്ജാൽ
പുറത്തു വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയാം, യഹൂദികളായ ആളുകൾ, ജൂതന്മാർ അവരുടെ ഒരു മോചകനായിക്കൊണ്ടാണ് ദജ്ജാലിനെ പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഈ ലോകത്തിലുള്ള അവരുടെ ഇജ്ജത്ത് നിലനിർത്തുന്ന ഒരു രക്ഷകനായിക്കൊണ്ട് ആണ് ദജ്ജാലിനെ അവർ പ്രതീക്ഷിക്കുന്നത്. മുസ്ലിമിനെ ആദർശപരമായും ആശയപരമായും നശിപ്പിക്കാനുള്ള സകലമായ പ്രവർത്തനങ്ങളും ജൂതന്മാർ അതിന്റെ ആരംഭകാലം തൊട്ട് തന്നെയുള്ളതാണ്. നമ്മൾ എത്ര അവരെ ചില നമ്മളെ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്കറിയാലോ, അറബ് രാഷ്ട്രങ്ങളൊക്കെ ഒരു നിസ്സംഗരായിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ അമേരിക്ക പറഞ്ഞതിന്റെ പേരിലും ഒക്കെ അല്ലാതെയും ഒക്കെ ഒരു മന്ദഗതിയിൽ ഇങ്ങനെ നമ്മൾ അവരെ അനുനയിപ്പിച്ചതിന്റെ ഒന്നും കാരണത്താൽ അവർ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു പൊടിക്ക് മാറ്റമില്ലാതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലൻ തർള അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. നബിയെ, നിങ്ങൾക്ക് ഒരിക്കലും ആ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. എങ്ങനെ വരെ? ഹത്താ തത്തബിഅ മില്ലതഹും, ഇസ്ലാം പൂർണ്ണമായും ഒഴിവാക്കി അവരുടേതായ ആ ആചാരങ്ങളും രീതികളും നിങ്ങൾ സ്വീകരിക്കുന്നത് വരെ പോലും നിങ്ങളെ തൃപ്തിപ്പെടൂല. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അവരുടെ ആചാരങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നതൊക്കെ ഓരോട്ട് സമരസപ്പെടാൻ വേണ്ടിയാണ്, ഒരു സൗഹാർദ്ദം. എന്നിട്ട് നമ്മൾ മതസൗഹാർദ്ദം എന്നുള്ള ഒരു പേരും വെച്ചുകൊണ്ട് നമ്മുടെ ആദർശത്തെ വിറ്റ് കഴിയുന്നവരായ ആളുകൾ എന്ത് ചെയ്താലും ശരി തരം കിട്ടിയ വടിയെടുക്കുമോരോ. അത് അവരുടെ ഒരു രീതിയാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരിക്കൽ പറഞ്ഞു, ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനു വൽ യഹൂദ്. വിശ്വാസികളായ ആളുകളോട് ഏറ്റവും കൂടുതൽ വെറുപ്പ് കാണിക്കുന്നത്, ഏറ്റവും വലിയ ശത്രുത കാണിക്കുന്നത് ജൂതന്മാർക്കാണ്. സത്യം തന്നെ. മുസ്ലിങ്ങളെ കൊല്ലണം. നമുക്കറിയാമല്ലോ, ഫലസ്തീനിലെ കുഞ്ഞു കുട്ടികളെയും സ്ത്രീകളെയും അവരുടെ തലക്ക് മുകളിലൂടെ ബോംബ് കൊണ്ടുപോയി വർഷിപ്പിക്കാനുള്ള മാനസികാവസ്ഥ ഇവർക്ക് വന്നത് ഇവർ മരിക്കേണ്ടവരാണെന്നുള്ള ചിന്തയാണ്. ആ ഒരൊറ്റ ചിന്തയിലാണ്. ഒരു മനുഷ്യത്വം എന്നുള്ളത് ഒരിക്കൽ പോലും അവർക്ക് മുസ്ലിങ്ങളോട് തോന്നുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദജ്ജാൽ എവിടെയാണുള്ളത് എന്നുള്ളത് പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവരുണ്ടോ എങ്കിൽ അത് എവിടെയാണ് എന്നുള്ളത് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. നമുക്കറിയാമല്ലോ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സമുദ്രത്തിലുള്ള പല ദ്വീപുകളും ഇന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെന്നെത്താൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. ബർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ മുകളിലൂടെ ഫ്ലൈറ്റുകൾക്ക് പോലും പോകാനോ അതേപോലെ തന്നെ കപ്പലുകൾ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് പോകാനോ ഇന്ന് വരെ കഴിയാത്ത ചില പ്രത്യേകമായ പ്രദേശങ്ങൾ, സമുദ്രത്തിന്റെ ഉള്ളുകളിൽ ചില ദ്വീപുകൾ അവിടെ എവിടെയെങ്കിലും ആവാം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ദജ്ജാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കലും ഒരു സഹാബി വന്ന് ഒരു സംഭവം വിശദീകരിക്കുന്നതായി നമുക്ക് ഹദീസുകളിൽ കാണാം. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. വിശാലമായ ഒരു വിഷയമാണ്. എങ്കിലും നിങ്ങളുടെ ശ്രദ്ധയെ ആ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ചില സൂചനകൾ തന്നു. ആ ദജ്ജാൽ അത് നമ്മെ കുഴപ്പത്തിലാക്കുന്ന ഒരു മഹാശക്തി തന്നെയാണ്. അത് നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. ഏതുപോലെ ഖബറിലുള്ള ശിക്ഷ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നത് പോലെ, ഈ ജീവിതത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത് പോലെ, നരകം ഹക്കാണെന്ന് വിശ്വസിക്കുന്നത് പോലെ, ദജ്ജാൽ എന്ന് പറയുന്ന ഒരു ശത്രു ഈ ലോകത്തിന് വരാനുണ്ടെന്നും അവന്റെ കുഴപ്പത്തിൽ നമ്മൾ പെട്ടുപോകുമെന്നും നമ്മൾ വിശ്വസിക്കണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന യുഅല്ലിമുഹും ഹാദ ദുആഇ കമാ യുഅല്ലിമുഹും സൂറത്തുൻ മിനൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്തിനെ പഠിപ്പിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഈ പ്രാർത്ഥന, ഞാൻ ആദ്യം പറഞ്ഞ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് എന്നൊക്കെ തുടങ്ങുന്ന ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു എന്ന് സഹാബിമാർ വ്യത്യസ്തമായ രൂപത്തിലൂടെ ഉദ്ധരിക്കുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് നമ്മൾ പേടിക്കേണ്ടുന്ന, ഭയപ്പെടേണ്ടുന്ന
ഒരു വലിയ പരീക്ഷണമായിരിക്കും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനകളിൽ അതിന്റെ കുഴപ്പത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും സത്യവിശ്വാസികളെ മുഴുവനും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മസീഹുദ് ദജ്ജാലിന്റെ കുഴപ്പത്തിൽ നിന്ന് അവൻ നമുക്ക് കാവലും രക്ഷയും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم.